الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ആ സ്നേഹമില്ലാതെ ഒരിക്കലും നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, അവൻ മുഅ്മിനാവുകയില്ല. ഹത്താ അകൂന, നാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നാനാകുന്നത് വരെ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവലദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, സകല ജനങ്ങളെക്കാളും അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഞാനാകുന്നത് വരെ അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, മതസ്സാഅ, അല്ലാഹുവിന്റെ റസൂലെ, എപ്പോഴാണ് ഖിയാമത്ത് നാള്, സാ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ഒന്ന് മുഖം തിരിച്ചു. എന്നിട്ട് വീണ്ടും അയാളോട് തിരിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, മാ അഅദത്ത ലഹ, നീ ആ ഖിയാമത്ത് നാള് സംഭവിക്കുക എപ്പോഴാണെന്ന് ചോദിച്ചല്ലോ, അതിനു വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, നിന്റെ അടുത്ത് അതിനെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ഹുബ്ബുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, അപ്പോൾ നീ ആരെയാണോ സ്നേഹിക്കുന്നത് തീർച്ചയായും നീ അവരുടെ കൂടെ ആയിരിക്കും. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാ, നമുക്ക് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിനേക്കാൾ സന്തോഷകരമായിട്ട്, ഈ റസൂലുള്ളാഹി തങ്ങളുടെ ഈ വാക്കിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള വേറൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല. അതായത് ഫഇന്നക മഅ മൻ അഹ്ബബ്ത എന്നൊരു വാക്കിനേക്കാൾ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് തീർച്ചയായും നീ നാളെ ആഖിറത്തിൽ അവന്റെ കൂടെ ആയിരിക്കും എന്ന വാക്കിനേക്കാൾ നമുക്ക് സന്തോഷം നൽകുന്ന വേറൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല എന്ന്. കാരണം അവർ റസൂലുള്ളാഹി തങ്ങൾ അത്രയധികം സ്നേഹിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് ഫഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബാബക്കർ വഉമർ റളിയല്ലാഹു അൻഹും,
അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും അവരെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അവർ ചെയ്ത പോലെയുള്ള അമലുകൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും നാളെ അവരുടെ കൂടെ എനിക്ക് എത്തിപ്പറ്റാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ അതേ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. അങ്ങനെ സ്നേഹിക്കണം നമ്മൾ. നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ല സ്നേഹിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് സ്നേഹിച്ചാൽ പോരാ. മറിച്ച് ഇത് ഈമാനിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ സ്നേഹിക്കാൻ പഠിപ്പിച്ചു തന്നത്, സഹാബാക്കൾ എങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചത്, അതുപോലെ ആയിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലാതെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് വല്ലതും കാണിച്ചു എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. മറിച്ച് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ. അല്ലാഹുവാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വത്തിനേക്കാൾ നമുക്ക് ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി തങ്ങളോട്. നമ്മുടെ മക്കളെക്കാൾ നമുക്ക് ഇഷ്ടം റസൂലുള്ളാഹി തങ്ങളോടായിരുന്നു. നമ്മുടെ ഉമ്മമാരെക്കാൾ, നമ്മുടെ ഉപ്പമാരെക്കാൾ, നമ്മുടെ ഉമ്മമാരെക്കാൾ, എല്ലാവരെക്കാളും നമുക്ക് ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പറയാ, വമിനൽ മാഇൽ ബാരിദി അല ദ്ദംഇ, ദാഹിച്ചു വലയുന്ന ഒരു മനുഷ്യൻ അവനിക്ക് തണുത്ത വെള്ളം ലഭിക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടായിരുന്നോ, അവനിക്ക് തണുത്ത വെള്ളത്തോട് എത്ര ഇഷ്ടമുണ്ടാകുമോ, അതിനേക്കാൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പൊ ആ സഹാബത്താണ് നമുക്ക് കാണിച്ചു തരേണ്ടത് എങ്ങനെയാണ് നമ്മളെ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന്. അതല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ പലതും ചെയ്തിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല. ആ സഹാബത്ത് കാണിച്ചു തന്നതുപോലെ സ്നേഹിക്കണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശികൾ അദ്ദേഹത്തെ സുൽഹിന് വേണ്ടി അയച്ചപ്പോ അദ്ദേഹം വന്നിട്ട് പറയാ ഖുറൈശികളോട്, ഞാൻ ഇതുപോലെ പല രാജാക്കന്മാരുടെയും അടുത്ത് പോയിട്ടുണ്ട്. കൈസറിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, കിസ്രയുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, നജാശി രാജാവിന്റെ അടുത്ത് അവരുടെ കൊട്ടാരങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഒരു രാജാവിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ പ്രവാചകൻ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാ, ഒരു രാജാവിനെയും തന്റെ അനുയായികൾ ഇപ്രകാരം ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ തുപ്പുന്നത് കാത്തു നിൽക്കുകയാണ്, അത് തുപ്പിയാൽ അവരുടെ കൈകളിലേക്കാണ്. ആ മനുഷ്യൻ തുപ്പുന്നതും കാത്തു നിൽക്കുകയാണ് അനുയായികൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നിട്ട് അവർ ആ തുപ്പലെടുത്ത് മേത്ത് തേക്കും, മുഖത്തും ശരീരത്തിലും അവർ തേക്കുമായിരുന്നു. ഇനി ആ പ്രവാചകൻ എന്തെങ്കിലും അവരോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരുടെ നേതാവ് അവരോട് എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരത് ചെയ്യുന്നതാണ്. ആ പ്രവാചകൻ വുദൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സഹാബാക്കൾ, ആ പ്രവാചകന്റെ, ആ രാജാവിന്റെ അനുയായികൾ അവിടെ അടികൂടുമായിരുന്നു, യുദ്ധം നടത്തുമായിരുന്നു ആ വുദൂഇന്റെ ബാക്കിയുള്ള വെള്ളം ലഭിക്കാൻ. അത്രത്തോളം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചവരാണ് സഹാബാക്കൾ. അതുകൊണ്ട് ആ സഹാബാക്കൾ നമുക്ക് കാണിച്ചു തരണം എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് പോലെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ 10 രൂപത്തിൽ, നമുക്ക് കിതാബുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അതിനൊരു 10 രൂപങ്ങള്, 10 കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്ത് സഹായിക്കാൻ സഹാബാക്കൾക്ക് മാത്രം അതിനുള്ള ഭാഗ്യം നൽകി. ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ സഹാബാക്കൾക്ക് മാത്രമേ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. നമുക്ക് മരണശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ, ആ ദീനിനെ ഈ ഭൂലോകത്ത് നിലനിർത്താനും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും അങ്ങനെ പല രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ സഹായിക്കാൻ നമുക്ക് സാധിക്കും.
രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്തിനെ ആഗ്രഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്തിനെ ആഗ്രഹിക്കുക. അതായത് സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ചവർ. അതിനുവേണ്ടി നമ്മളും ആഗ്രഹിക്കുക. ഇപ്പൊ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തെങ്ങാനും ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്വത്തുക്കൾ മുഴുവനും ആ റസൂലിന് വേണ്ടി ഞാൻ കൊടുക്കുമായിരുന്നു, ദീനിനെ സഹായിക്കാനും സഹാബാക്കൾ കൊടുത്തതുപോലെ ഞാൻ കൊടുക്കുമായിരുന്നു എന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനിക്ക് ആ റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹമുണ്ട് എന്നർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ സുഹബത്തിനെ ആഗ്രഹിക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നുണ്ട്, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ആ സ്നേഹിക്കപ്പെടുന്നവനോട് എതിര് പ്രവർത്തിക്കുകയില്ല. അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളോട് ഒരിക്കലും അവൻ എതിര് പ്രവർത്തിക്കുകയില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം, നമ്മളെ സാധാ മനുഷ്യർക്കിടയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം നമുക്ക് എന്തെങ്കിലും ഹദിയായിട്ട് തന്നാൽ നമുക്ക് ഒരുപക്ഷെ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം അതായിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫകാന അദ്നാ ശൈഇൻ മിനല്ലാഹി വമിൻ റസൂലിഹി അഅ്ദമു വഅഹബ്ബു ഇലാ കുല്ലി മുഅ്മിനിൻ മിൻ കുല്ലി ശൈഇൻ ഫീ ദുനിയ. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അള്ളാഹുവും അവന്റെ റസൂലുമാണ്. അതിന്റെ മുമ്പിൽ ദുനിയാവ് അവനിക്കൊരു വിഷയമേ ആയിരിക്കില്ല. അള്ളാഹുവും റസൂലുവും ആയിരിക്കും അവനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത്. അങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത്. അടുത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട രൂപം, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ആ സുന്നത്തിലേക്ക് മനുഷ്യരെ ദഅവത്ത് ചെയ്യുക. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ, ഓരോ സുന്നത്തിനെയും മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്യുക. ആദ്യം ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഉറങ്ങി എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അത് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ രാവിലെ തന്നെയുള്ള ദുആ ചൊല്ലിക്കൊണ്ട് എണീക്കുക. സുന്നത്തുൻ മഹ്ജൂറ, ആരും ചെയ്യാതെ കാലഹരണപ്പെട്ടു പോകുന്ന സുന്നത്തുകളിൽപ്പെട്ട ചില സുന്നത്തിനെ പണ്ഡിതന്മാർ എണ്ണി പറയുന്നിടത്ത് പറഞ്ഞൊരു സുന്നത്താണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ മുഖം തടവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ മുഖം തടവുമായിരുന്നു. എന്നിട്ടാണ് ദുആ ചൊല്ലുക, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. അതുപോലെ ഓരോ സെക്കൻഡുകളിലും എന്നിട്ട് അവിടുന്ന് ഉറങ്ങി എഴുന്നേറ്റ് എന്നിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിച്ച് ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, എന്നിട്ട് വുളൂ ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഓരോ ദുആ, നമ്മളിപ്പോ നമസ്കാരത്തിൽ ഒരു ദുആ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരിക്കണം മനസ്സിൽ. ഒരു ലെവലേശം പോലും സംശയം ഉണ്ടാകാൻ പറ്റൂല. ഇത് ഇങ്ങനെ തന്നെയാണോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ തന്നെയാണോ ശരിക്കും ദുആ എന്നൊന്നും ഒരു സംശയം പോലും നമുക്ക് ഉണ്ടാകാൻ പറ്റൂല. അത്ര പൂർണ്ണതയോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അത്ര ഉറപ്പോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഒരു ദുആ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദുആ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഹദീസിലാണ് ആ ദുആ വന്നിട്ടുള്ളത്, ആ ഹദീസിൽ എങ്ങനെയാണ് ആ ദുആ വന്നിട്ടുള്ളത്, അത് അതേപോലെ പഠിക്കുക. എന്നിട്ട് അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത്. എന്റെ റസൂൽ, എന്റെ ഹബീബ് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ഞാൻ ജീവിക്കും. അങ്ങനെ നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കണം. എന്നിട്ട് ആ സുന്നത്തിലേക്കാണ് നമ്മൾ മനുഷ്യരെ ക്ഷണിക്കേണ്ടതും. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ റസൂലുള്ളാഹി തങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യമുണ്ടാകുക, അവരോട് വെറുപ്പുണ്ടാകുക. ആ മോശമായി പെരുമാറുന്നതിന് ഒരു അന്ധനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആ അന്ധനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കും, എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ പറ്റി മോശം പറയും. ഇയാൾ കുറെ തടഞ്ഞു, ഇയാൾ കുറെ പറഞ്ഞു ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, പല രൂപത്തിലും പറഞ്ഞു നോക്കി, എങ്ങനെ അനുസരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ആ മനുഷ്യൻ തന്റെ ഭാര്യയെ കൊല്ലുകയുണ്ടായി.
റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കുന്നത് സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കുന്നത് കാരണമായിട്ട് ആ അന്ധനായ മനുഷ്യൻ തന്റെ ഭാര്യയെ കൊല്ലുകയുണ്ടായി രാത്രി. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ വന്ന് ചോദിച്ചു, ആരാണ് അങ്ങനെ ചെയ്തത്? ആ മനുഷ്യൻ പറഞ്ഞു, പ്രവാചകരെ ഞാനാണ്. എനിക്ക് സഹിക്കുന്നില്ല പ്രവാചകരെ, ഞാൻ പലവട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട്, പല രൂപത്തിലും പറഞ്ഞു നോക്കി, റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കരുത്, റസൂലുള്ളാഹി തങ്ങളെ മോശമായി പറയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളെ മോശമായി പറയുന്ന, റസൂലുള്ളാഹി തങ്ങളെ വളരെ അവഹേളിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരോട് സഹകരിക്കാൻ പറ്റൂല. എവിടുന്നോ കിട്ടിയ ഒരു മുടി കൊണ്ടെന്ന് വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു രൂപത്തിലും അവരുമായിട്ട് സഹകരിക്കാൻ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കൂല. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ കളവും പറഞ്ഞ് ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ബിദഅത്തുകൾ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവരുമായിട്ട് സഹകരിക്കാൻ ഒരു റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കൂല. അവരുമായിട്ടുള്ള സഹകരണം ഒഴിവാക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കുന്നവർ, റസൂലുള്ളാഹി തങ്ങളുടെ നിയമങ്ങളെ അവഹേളിക്കുന്നവർ, താടിയെ കളിയാക്കുന്നവർ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കുന്നതിന്റെ പേരിൽ, നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ അതിനെ കളിയാക്കുന്നവർ, സ്ത്രീകൾ ഔറത്ത് മറച്ച് നടക്കുന്ന സ്ത്രീകളെ കളിയാക്കുന്നവർ, പ്രിയപ്പെട്ടവർ, അവർ കുടുംബക്കാരാണെങ്കിലും ശരി ഒരു കാരണവശാലും സഹകരിക്കാൻ പറ്റൂല. കാരണം അവൻ കളിയാക്കുന്നത് ദീനിനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനകളെയാണ്. ആ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിക്കുന്നവരെ, അവഹേളിക്കുന്നവരെ, റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനകളെ ഒരു വിലയും കൽപ്പിക്കാത്തവരെ അവരുമായിട്ട് നമ്മൾ സഹകരിച്ചുകൂടാ. എന്നിട്ടും നമ്മൾ അവരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ ആയിരിക്കും നീ നാളെ ആഖിറത്തിൽ. ആ റസൂലുള്ളാഹി തങ്ങളെ അവഹേളിക്കുന്ന ചീത്ത വിളിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ പിന്നീട് കൂട്ടുകൂടുന്നതെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. അൽ മർഉ മഅ ദീനി ഖലീലിഹി, തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നാണ്. അടുത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്തിനെ അധികരിപ്പിക്കുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസവും അതിന്റെ രാത്രിയിലും നിങ്ങൾ എന്റെ മേൽ സലാത്തിനെ അധികരിപ്പിക്കണം. കാരണം സലാത്തിനെ അധികരിപ്പിക്കണം, നിങ്ങൾ ചെല്ലുന്ന സലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നവനായിരിക്കും നാളെ ആഖിറത്തിൽ എന്നോട് ഏറ്റവും അടുത്തുണ്ടായിരിക്കുക. ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നവർക്കായിരിക്കും റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നവർ, ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സലാത്ത് ചെല്ലുന്നതാണ്. ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലിയാൽ അവന്റെ 10 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, അവന്റെ 10 ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ പിശുക്കൻ റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേട്ടിട്ടും സലാത്ത് ചെല്ലാത്തവനാണ്. റഹിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി, എന്റെ പേര് കേട്ടിട്ടും എന്റെ പേരിൽ സലാത്ത് ചെല്ലാത്തവന് സർവനാശവും, അവൻ നശിച്ചു പോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ സലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്. എങ്ങനെയാണ് സലാത്തിനെ അധികരിപ്പിക്കേണ്ടത്? ആ സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഹൽക്കകൾ ഉണ്ടാക്കണോ? ആ സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് സലാത്ത് മജ്ലിസുകൾ ഉണ്ടാക്കണോ? ആ സലാത്തിന്റെ പേര് പറഞ്ഞിട്ട് പുതിയ സലാത്തുകൾ ഉണ്ടാക്കണോ? അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് സലാത്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ സലാത്തിനെ അധികരിപ്പിക്കുക. നിങ്ങൾ എന്റെ മേൽ സലാം പറയണം, നിങ്ങൾ എവിടെയാണെങ്കിലും ആ സലാം എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. എന്റെ റൂഹിനെ അള്ളാഹു എനിക്ക് തിരിച്ചു നൽകുകയും ഞാൻ ആ സലാമിന് മറുപടി നൽകുകയും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല റസൂലുള്ളാഹി തങ്ങളോട് എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന്. റസൂലുള്ളാഹി തങ്ങൾക്ക് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരു സലാത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതല്ല പ്രവാചകനോടുള്ള സ്നേഹം. മറിച്ച് പ്രവാചകനോടുള്ള സ്നേഹം എന്താണ്? എന്റെ ഹബീബ്,
എന്റെ ഹബീബ് എന്ത് സലാത്താണോ എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ സലാത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതിന് ഇന്ന കണക്കില്ല, ഇത്ര എണ്ണമെന്നില്ല, ഇന്ന സമയെന്നില്ല, ഇന്ന കോലെന്നില്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന സലാത്ത് അത് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കും. നാളെ ആഖിറത്തിൽ എന്റെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ ആ സലാത്ത് ഞാൻ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതായിരിക്കണം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരും പറഞ്ഞിട്ട് ആണും പെണ്ണും ഇടകലർന്ന് ഒച്ചപ്പാടും ബഹളവുമാക്കിയിട്ട് കുറെ കാട്ടിക്കൂട്ടലുകളല്ല റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. വർഷത്തിലൊരിക്കൽ നബിദിനത്തിന്റെ പേരും പറഞ്ഞിട്ട് ചെണ്ടയും കൊട്ടി ദഫും മുട്ടി പാട്ടുപാടി ഉല്ലസിക്കലല്ല റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. മറിച്ച് ആ റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അങ്ങനെ ജീവിക്കലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കലാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹം. റസൂലുള്ളാഹി തങ്ങളുടെ പേരും പറഞ്ഞിട്ട് ബിദ്അത്തിന്റെ കക്ഷികൾ, പുത്തൻവാദികൾ പുതുതായിട്ട് ദീനിൽ പലതും ഉണ്ടാക്കും. അതിനെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. അത് സലാത്തല്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹല്ലേ, റസൂലിനെ പറ്റിയല്ലേ പാടുന്നത്, ദിക്റല്ലേ ചെല്ലുന്നത്, ഖുർആനല്ലേ ഓതുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ല റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാതിൽക്കൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്. അബൂ മുസ അശ്ശരി റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അവരോട് ചോദിച്ചു, അബൂ അബ്ദുറഹ്മാൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിങ്ങളിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം ഇതുവരെ? അവർ പറഞ്ഞു, ഇല്ല, നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹുവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വന്നു. അബൂ മുസ അശ്ശരി ചോദിക്കുക, അബൂ അബ്ദുറഹ്മാൻ, നിങ്ങൾ പള്ളിയിൽ നടക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ വളരെ വെറുത്തുപോയി ആ കാര്യം കണ്ടിട്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം ചോദിച്ചു, എന്താണ് നടക്കുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ വാ, പള്ളിയിലേക്ക് വാ. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ഒരു കൂട്ടം ആൾക്കാർ വട്ടത്തിൽ ഇരുന്നിട്ട് ദിക്റില്ല. അവരെടുത്ത് കുറച്ച് കല്ലുകളുണ്ട് എണ്ണം പിടിക്കാൻ. അപ്പൊ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കഴിഞ്ഞിട്ട് എല്ലാവരും 100 തവണ അല്ലാഹു അക്ബർ, എല്ലാവരും എണ്ണാണ്, വട്ടത്തിൽ ഇരിക്കുക, ദിക്റ് 100 തവണ ഓരോ ദിക്റുകൾ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ 100 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അവരോട് വളരെ കോപിതനായിക്കൊണ്ട് പറഞ്ഞു, അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അവരോട് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ നന്മകളൊന്നും നഷ്ടമാവില്ലായിരുന്നു എന്ന് നിങ്ങൾക്കൊരു വാക്ക് കൊടുത്തുകൂടായിരുന്നോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു. നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊണ്ടിരുന്നാലും ശരി, നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകൂലായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് വളരെ വലിയ പ്രശ്നമാണ്, ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരെന്താ ചെയ്തത്? അവര് വട്ടത്തിലിരുന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കും, ബാക്കി എല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ, അല്ലാഹു അക്ബർ 100 വട്ടം, സുബ്ഹാനല്ലാഹ് 100 വട്ടം, എന്നിട്ട് അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, അവരോട് പറയാ, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, നിങ്ങൾക്ക് നാശം, മാ അസ്റാ ഹലകതകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. ഹൗലാഇ സഹാബത്തു നബിയിക്കും മുതവഫിറൂൻ, നിങ്ങളുടെ പ്രവാചകന്റെ സഹാബത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആ പ്രവാചകൻ ധരിച്ച വസ്ത്രം നശിച്ച് നുരുമ്പിപ്പോയിട്ടില്ല. ആ പ്രവാചകന്റെ ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അതെല്ലാം ബാക്കി നിൽക്കുകയാണ്. അതിനു മുമ്പേ നിങ്ങൾ നാശത്തിലെത്തിപ്പോയല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ആരോട്? വട്ടത്തിലിരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരോട്, അൽഹംദുലില്ലാഹ് ചൊല്ലിയവരോട്. അവരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് ജീവിച്ചിരിക്കെ, റസൂലുള്ളാഹി തങ്ങളുടെ വസ്ത്രങ്ങൾ ബാക്കിയായിരിക്കെ, റസൂലുള്ളാഹി തങ്ങളുടെ ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോകാതെ ഇവിടെ ബാക്കിയായിരിക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നാശത്തിലേക്ക് എത്തിയോ? എന്നിട്ട് അദ്ദേഹം അവര് ചോദിക്കുന്നുണ്ട്, യാ അബൂ അബ്ദുറഹ്മാൻ, നമ്മൾ ഖൈർ മാത്രമാണ് ഉദ്ദേശിച്ചത്, നമ്മൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത്, അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതല്ലേ. നമ്മൾ അൽഹംദുലില്ലാഹ് ചൊല്ലിയത്, അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ. നമ്മൾ തക്ബീറാണ് ചൊല്ലിയത്, തഹ്ലീലാണ് ചൊല്ലിയത്, അതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതല്ലേ. നമ്മൾ ഖൈറാണ് ഉദ്ദേശിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു,
എന്നിട്ട് അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ളലാല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാണിച്ചു തന്ന മാർഗത്തെക്കാൾ നല്ലൊരു, അതിനേക്കാൾ ഉത്തമമായ ഒരു സന്മാർഗത്തിലാണ് നിങ്ങൾ ഉള്ളതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതോ നിങ്ങൾ വലാലത്തിന്റെ വഴികേടിന്റെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുകയാണോ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചത്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ചെയ്യുന്നവർക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും ബോധ്യപ്പെടൂല. ഞാൻ ചെയ്യുന്നത്, ഒരു തിന്മ ചെയ്യുന്നവൻ, ഒരു കള്ളു കുടിക്കുന്നവൻ, പലിശ തിന്നുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, കക്കുന്നവൻ, അന്യരെ ഉപദ്രവിക്കുന്നവൻ, അന്യന്റെ സ്വത്ത് കക്കുന്നവൻ, അടിക്കുന്നവൻ, ചീത്ത വിളിക്കുന്നവൻ, ഇവർ എല്ലാവരും തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. എത്ര തന്നെ പോയാലും അവരുടെ മനസ്സിൽ ഒരു മനസാക്ഷി കുത്തുണ്ടാകും, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവൻ, അവർക്ക് ഒരിക്കലും ആ മനസാക്ഷി കുത്തുണ്ടാവൂല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ തിന്മകളെക്കാൾ ഭയപ്പെടേണ്ടത് ബിദ്അത്തിനെയാണ്. ആ ബിദ്അത്ത് നമ്മുടെ ദീനിനെ പൊളിച്ചു കളയും. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് അവരോട്, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലയുസീബഹു, എത്ര ആൾക്കാരാണ് നന്മകൾ ഉദ്ദേശിച്ച് പലതും ചെയ്യുന്നത്, പക്ഷേ ആ നന്മ അവർക്ക് ലഭിക്കുന്നില്ല. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസന, റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൗമൻ യഖറഊൻ, നിശ്ചയമായും ഒരു സമൂഹം വരും, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അവരുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ടേക്ക് ആ ഖുർആൻ ഇറങ്ങൂല, വെറും നാവ് കൊണ്ട് പാരായണം ചെയ്യൽ മാത്രമായിരിക്കും. വൈമുല്ലാഹി മാ അദ്രി ലഅല്ല അക്സറകും മിൻകും, ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഖുർആൻ പാരായണം ചെയ്യുകയും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാതെ വെറും നാവ് കൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അതിലധിക പേരും നിങ്ങളായിരിക്കുമെന്ന്, നിങ്ങളിൽ അധിക പേരും അതിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന സഹാബാക്കൾ പറയുകയാണ്, ഫഖാല അംറു ബിൻ സലമ പറയുകയാണ്, റഅയ്നാ ആമത ഉലൈകൽ ഹിലക്, ആ ഹൽക്കകളിൽ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നതിൽ അധിക പേരെയും നമ്മൾ കണ്ടിട്ടുണ്ട് യൗമൻ നഹ്റവാൻ മഅൽ ഖവാരിജി, ഖവാരിജുകളുടെ കൂടെ, നഹ്റവാൻ യുദ്ധത്തിന്റെ സമയത്ത് നഹ്റവാനിൽ വെച്ച് ഖവാരിജുകളുടെ കൂടെ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനെ ചീത്ത വിളിക്കുകയും അവരോട് യുദ്ധം ചെയ്യുന്നവരുമായിട്ട് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ബിദ്അത്തിന്റെ അപകടം. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പോൾ അത് എത്ര വലിയ പ്രശ്നമാണെന്ന് നമുക്ക് തിരിയൂല. നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം ഉമ്മത്ത് മൗലിദുൻ നബി നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നബിദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഇവർ ഇത് ചെയ്യുന്നതെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക്, അല്ലാഹുവാണ് സത്യം, നമ്മുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഉമ്മമാരെക്കാൾ, നമ്മുടെ ഉപ്പമാരെക്കാൾ, നമ്മുടെ ദുനിയാവിലുള്ളത് സകലത്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി തങ്ങളെയാണ്. ഒരു സഹാബി പറയുന്നുണ്ട്, ആ സഹാബിയെ ഖുറൈശികൾ, മക്കത്തെ മുശ്രിക്കീങ്ങൾ പിടിച്ചു കെട്ടിയിട്ട്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണ് എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, അംഗീകരിച്ചാൽ മതി, എന്നാ നിന്നെ നമ്മൾ വെറുതെ വിടാ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുകയാണ്, ഞാൻ സുഖലോലിപനായിക്കൊണ്ട് നല്ലൊരു അവസ്ഥയിൽ ഉണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, എന്നിട്ടാണോ ഞാൻ ഇങ്ങനെ അംഗീകരിക്കേണ്ടത്, സമ്മതിക്കേണ്ടത് എന്ന് സഹാബി ചോദിക്കുന്നുണ്ട്. അത്രത്തോളം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച സഹാബാക്കൾ, റസൂലുള്ളാഹി തങ്ങളൊന്ന് തുപ്പിയാൽ കൈ കൊണ്ട് വാങ്ങുന്ന സഹാബാക്കൾ, റസൂലുള്ളാഹി തങ്ങളുടെ മുടി മുറിക്കുമ്പോ, ഉംറ കഴിഞ്ഞ് മുടി മൊട്ടയടിക്കുമ്പോ അവര് ചുറ്റും വട്ടം കൂടി നടക്കുക, ആ മുടി ഒന്നും ഭൂമിയിലേക്ക് വീഴാതെ അത് സ്വന്തം കൈക്കലാക്കാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ ഉറങ്ങുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പെടുത്ത് കുപ്പിയിലാക്കുമായിരുന്നു അവർക്ക് സുഗന്ധത്തിന്റെ കൂടെ ഉപയോഗിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് നമ്മൾ സുഗന്ധത്തിന്റെ കൂടെ, തയ്യിബിന്റെ കൂടെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പ്രവാചകനോട് പറഞ്ഞ സഹാബി വനിതകൾ.
പ്രിയപ്പെട്ടവരെ, അത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ച, ആ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ആ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറായ, ജീവിതം വെടിയാൻ സകലതും ഫിദാക അബീ വ ഉമ്മി, എന്റെ ഉമ്മയും വാപ്പയും താങ്കൾക്ക് സമർപ്പണം എന്ന് പറഞ്ഞ ആ സഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാതിരുന്നത്? അവർക്ക് എന്താ റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ആ ഒരു കൂട്ടർ നന്മയാണ്, ഖൈറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞിട്ട് പലതും കാട്ടിക്കൂട്ടുന്നവർ. അതുകൊണ്ട് ശൈത്താൻ പലതും തോന്നിപ്പിച്ചു തരും. ഇതാണ് പ്രവാചകനോടുള്ള സ്നേഹം, ഇതാണ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ട രൂപം എന്ന് പലതും തോന്നിപ്പിച്ചു തരും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത് സഹാബാക്കൾ സ്നേഹിച്ചതുപോലെയാണ്. അന്ന് സഹാബാക്കൾക്ക് എന്തായിരുന്നോ ദീൻ, അതായിരിക്കണം ഇന്നും നമ്മുടെ ദീൻ. സഹാബാക്കൾ അന്ന് ചെയ്യാത്തൊരു ദീൻ അത് ഇന്നും നമുക്ക് ദീനായിക്കൂടാ. സഹാബാക്കൾ എന്താണോ അന്ന് ദീനായിട്ട് നമുക്ക് കാണിച്ചു തന്നത്, ചെയ്ത് കാണിച്ചു തന്നത്, അതായിരിക്കണം ഇന്നും നമ്മൾ ദീനായിട്ട് കൊണ്ടാടേണ്ടത്. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് കാണിച്ചു തരാത്തൊരു ദീൻ അത് നമ്മൾ ദീനായിട്ട് അംഗീകരിക്കുകയില്ല, അത് ബിദ്അത്താണ്. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തരാത്തൊരു ദീൻ ബിദ്അത്താണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി തങ്ങൾ മഖ്ബറയിലേക്ക്, ബഖീഇൽ പോയിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ കൊതിയാവുന്നു. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, നമ്മളെന്തല്ലേ താങ്കളുടെ സഹോദരന്മാര്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്, അനുചരന്മാരാണ്, എന്റെ കൂടെയുള്ളവർ. മറിച്ച് എന്റെ സഹോദരന്മാർ അവർ എനിക്ക് വരാനിരിക്കുന്നവരാണ്, അവരെന്നെ കണ്ടിട്ടില്ല. എന്റെ മരണശേഷം വരാനിരിക്കുന്നവരാണ് എന്റെ സഹാബാക്കൾ. അപ്പൊ സഹാബാക്കൾ എന്റെ സഹോദരന്മാർ, എന്റെ ഇഖ്വാൻ. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് ശേഷം വന്നവർ, താങ്കൾ കണ്ടിട്ടില്ലാത്തവർ, എങ്ങനെയാണ് താങ്കൾക്ക് അവരെ മനസ്സിലാവുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കുതിരകൾക്കിടയിൽ, കറുത്ത കുതിരകൾക്കിടയിൽ വെള്ള കുതിരകൾ ഉണ്ടെങ്കിൽ എപ്രകാരം അവർക്ക് അതിനെ അയാൾക്ക് ആ കുതിരകളെ വേർതിരിച്ച് മനസ്സിലാകുമോ, അതുപോലെ എന്റെ സഹോദരന്മാരെ നാളെ ഖിയാമത്ത് നാളിൽ അവർ വുളൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവരുടെ മുഖവും കൈയൊക്കെ പ്രകാശിച്ചിരിക്കും. അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകും അവരെന്റെ സഹോദരന്മാരാണെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഞാൻ എന്റെ ഹൗദിന്റെ അരികിൽ കാത്തു നിൽക്കും എന്റെ സഹോദരന്മാർക്ക് വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ, ആ പ്രവാചകന് നമ്മളോടുള്ള, തന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹം, ആ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം, മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം, എന്നെ കണ്ടിട്ടില്ലാത്ത എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നാളെ എന്റെ ഹൗദിന്റെ അരികിൽ കാത്തു നിൽക്കും. എന്നിട്ട് എല്ലാവരും ആ സഹോദരന്മാർ ഈ ഹൗദിന്റെ അരികിലേക്ക് വരുമ്പോ ഒരു കൂട്ടരെ മലക്കുകൾ തടഞ്ഞു വെക്കും. റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദിന്റെയും അവരുടെയും ഇടയിൽ മറയിടുമ്പോ ഹലുമ്മ, റസൂലുള്ളാഹി തങ്ങൾ വിളിക്കും. എന്തിനാണ് അവരെ മറച്ചു വെക്കുന്നത്? അവരെന്റെ സഹോദരങ്ങളാണ്, അവരോട് വരാൻ പറയുമെന്ന് സ്നേഹത്തോടെ റസൂലുള്ളാഹി തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് പറയപ്പെടും, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്കറിയില്ല ഇവർ താങ്കളുടെ മരണശേഷം താങ്കളുടെ ദീനിൽ എന്തൊക്കെയാണ് ഇവർ മാറ്റം വരുത്തിയതെന്ന് താങ്കൾക്കറിയില്ല പ്രവാചകരെ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സുഹ്ഖൻ സുഹ്ഖ, എന്റെ മരണശേഷം എന്റെ ദീനിൽ മാറ്റം വരുത്തിയവർ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരത്താകട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ച് പറയുന്നതാണ്. അത് ആരെ പറ്റിയാ പറയുന്നത് അറിയോ? ഈ റസൂലുള്ളാഹി തങ്ങളുടെ ദീനിൽ മാറ്റം വരുത്തിയെന്ന് പറയുന്നവർ കള്ളുകുടിയരും വ്യഭിചരിക്കുന്നവരും കക്കുന്നവരും അല്ല, മറിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ ദീനിൽ ഇത് ദീനാണ് എന്ന് പറഞ്ഞിട്ട് പലതും കടത്തിക്കൂട്ടിയവർ, റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് നബിദിനം ആഘോഷിച്ചവർ, അവരെ പറ്റിയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഹൗദിന്റെയും അവരുടെയും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയും, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ വിദൂരത്താകട്ടെ എന്ന് പറയുന്ന ഒരു കൂട്ടർ റസൂലുള്ളാഹി തങ്ങളുടെ മരണശേഷം ആ ദീനിനെ മാറ്റിമറിച്ചവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ സഹാബാക്കൾ കാണിച്ചു തന്നതുപോലെയാണ്. അതല്ലാതെ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു വന്നത്,
റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ട രൂപം. അടുത്തത് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനെ സ്നേഹിക്കുക. അതും റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെയും സഹാബത്തിനെയും അനുചരന്മാരെയും സ്നേഹിക്കുക എന്നുള്ളതും റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അബൂ സറഅത്ത് റാസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ആരെങ്കിലും സഹാബത്തിനെ ചീത്ത വിളിക്കുന്നത് കണ്ടാൽ, സഹാബത്തിനെ എന്തെങ്കിലും കുറവ് പറയുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ സിന്ദീഖാണ്. ഫഹുമുസ് സനാദിഖ, അവർ സിന്ദീഖുകളാണ്. അവരാണ് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനെ ചീത്ത വിളിക്കുക. ഒരു മുഅ്മിന് ഒരിക്കലും റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനെ ചീത്ത വിളിക്കാൻ സാധിക്കുകയില്ല. അടുത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങളോട് മാന്യമായിട്ട് പെരുമാറുക. എവിടെന്നെങ്കിലും കിട്ടിയ ഏതെങ്കിലും മുടി വെച്ച് കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവഹേളിക്കരുത്. അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല. മറിച്ച് റസൂലുള്ളാഹി തങ്ങളോട് മാന്യമായിട്ട് പെരുമാറലാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ മുമ്പിൽ ഇന്നും ബാക്കിയാണ്. ആ റസൂലുള്ളാഹി തങ്ങളോടുള്ള സുന്നത്തുകളെ അവഹേളിക്കണം. ആ റസൂലുള്ളാഹി തങ്ങളെ ആ സുന്നത്തുകളോട് മാന്യമായിട്ട് പെരുമാറുക. ഒരാൾ ഒരു ഹദീസ് പറഞ്ഞു തന്നാൽ മാന്യമായിട്ട് ആ ഹദീസ് കേൾക്കുക, മാന്യമായിക്കൊണ്ട് ആ ഹദീസിനെ ഉൾക്കൊള്ളുക. അതാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. അല്ലാതെ നബിദിനില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസുകളെ അടക്കം തള്ളിക്കളയൽ അതും റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമല്ല. അതും ലിമൻ ഗയ്യറ ലിമൻ ബദ്ദല ബഅദി, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതശേഷം, മരണശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ദീനിനെ മാറ്റിമറിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ തള്ളിക്കളയുക എന്നുള്ളത്. മറിച്ച് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം എന്താണ്? ആ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ മാന്യമായിട്ട് അഭിമുഖീകരിക്കുക, മാന്യമായിട്ട് അതിനെ ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിൽ അതിര് കവിയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു. നിങ്ങൾ നസ്രാണികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഈസ ഇബ്നു മറിയമിനെ കൂടുതലായിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ വെറും അടിമ മാത്രമാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്നാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ദുനിയാവിൽ അള്ളാഹുവിന്റെ സഹായിയാണ്, ദുനിയാവിനെ നിയന്ത്രിക്കുന്നവനാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്, ഭൂമിയെ നിയന്ത്രിക്കുന്നവനാണ്, അള്ളാഹു നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, നമ്മുടെ എല്ലാ പ്രയാസഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്നവനാണ്. നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ റസൂലിന്റെ അടുത്തേക്ക് പോകണം. ആ റസൂലാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടത്. ആ റസൂലാണ് നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരേണ്ടത്. ആ റസൂലാണ് നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരേണ്ടത്. ഇതല്ല പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്നേഹം. മറിച്ച് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം എന്താണ്? നസ്രാണികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്താതിരിക്കുക. റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹുവിന്റെ അടിമയായിട്ട് കാണുക, അള്ളാഹുവിന്റെ റസൂലായിട്ട് കാണുക. അതാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. അല്ലാതെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരാത്ത, സഹാബക്കൾ കാണിച്ചു തരാത്ത രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളോട് വിഷമം പറയുക, റസൂലുള്ളാഹി തങ്ങളോട് ദുആ ചെയ്യുക, റസൂലുള്ളാഹി തങ്ങളോട് സഹായം തേടുക, റസൂലുള്ളാഹി തങ്ങളോട് രോഗശമനത്തിന് തേടുക, റസൂലുള്ളാഹി തങ്ങളോട് കടം വീട്ടി തരാൻ പറയുക, റസൂലുള്ളാഹി തങ്ങളോട് പാപം പുറത്തു തരാൻ പറയുക, റസൂലുള്ളാഹി തങ്ങളോട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുക, അതല്ല റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്നേഹം. മറിച്ച് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത് സഹാബത്ത് സ്നേഹിച്ചതുപോലെ, സഹാബത്ത് കാണിച്ചു തന്നതുപോലെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ആ സഹാബത്തിനെ പോലെ ആയിരിക്കണം നമ്മളും റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരത്തിന്റെ ഇടയ്ക്ക് മാഷാ അല്ലാഹു വശിഇത, അല്ലാഹുവും അവന്റെ റസൂലും ഉദ്ദേശിച്ചാൽ, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പറയുന്നവൻ. ഇൻഷാ അല്ലാഹ് ഉംറയൊക്കെ ചെയ്യണം, ഹജ്ജൊക്കെ ചെയ്യണം, അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തിക്കട്ടെ.
ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പറയുന്നവർ. അധികവും വയസ്സായ സ്ത്രീകളും വയസ്സായ ആൾക്കാരൊക്കെ അവർക്ക് ഹജ്ജിന് വരാനുള്ള സ്നേഹം, അവർക്ക് മദീനത്തേക്ക് വരാനുള്ള ആ ആഗ്രഹം, അവർക്ക് ഉംറ ചെയ്യാനുള്ള ആ ആഗ്രഹപ്പുറത്താണ് അവർ പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും എത്തിക്കട്ടെ. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളോട് മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചെന്താണെന്നറിയോ? എന്നെ നീ അള്ളാഹുവിന് സമക്കാരനാക്കുകയാണോ, അള്ളാഹുവിന് പകരക്കാരനാക്കുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്. അല്ലാതെ നീ ഇലാഹാണെന്ന വിശ്വാസത്തിലാണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇലാഹാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണോ നീ അങ്ങനെ പറഞ്ഞത് എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്. നേരെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത് എന്താണ്? അജഅൽതനി ലില്ലാഹി അദ്ല, നീ അള്ളാഹുവിന് എന്നെ സമക്കാരനാക്കുകയാണോ? മറിച്ച് മാഷാ അല്ലാഹു വഹദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്താണ് നീ പറയേണ്ടത്? മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും അവന്റെ റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയരുത്. അത് അള്ളാഹുവിന് സമരക്കാരെയാക്കലാണ്, അള്ളാഹുവിന് സമക്കാരെയാക്കലാണ്, അള്ളാഹുവിന് അള്ളാഹുവിന് സമന്മാരെയാക്കലാണത്. അതുകൊണ്ട് അങ്ങനെ നീ പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തിൽ അതിര് കവിയാതിരിക്കലാണ്. ഒരിക്കൽ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങളുടെ നമസ്കാരമൊക്കെ എങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ നോമ്പ് എങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ മറ്റ് ഇബാദത്തുകൾ എങ്ങനെയാണ്? അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ നോമ്പിനെ പറ്റിയും നമസ്കാരത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവർക്കത് കുറവായിട്ട് തോന്നി. റസൂലുള്ളാഹി തങ്ങൾ ഇത്രേ നിസ്കരിക്കലുള്ളൂ, 5 വക്തും അതിന്റെ സുന്നത്തുകളും, പിന്നെ ദുഹ, പിന്നെ രാത്രിയുള്ള ഖിയാമുൽ ലൈൽ, ഇത്രേ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കലുള്ളൂ. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ടുള്ള ഒരു ജീവിതമാണ് റസൂലുള്ളാഹി തങ്ങളുടേത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നോമ്പില്ല, ഇടക്കിടക്ക് മാത്രമേ നോമ്പുള്ളൂ, തിങ്കൾ വ്യാഴം, പിന്നെ മാസത്തിൽ 3 ദിവസം, അങ്ങനെയൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ നോമ്പുള്ളൂ. അതൊക്കെ വളരെ കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്മാർ പറയാ, വന്ന ആ കൂട്ടക്കാര് അവിടെ വെച്ച് പറയുകയാണ്, ഫഖാല അഹദുഹും, അവരിൽ ഒരാൾ പറഞ്ഞു, അമ്മാ അന ഫഅസൂമു ദഹ്റ ഫലാ ഉഫ്തിർ, ഞാൻ കൊല്ലം മുഴുവൻ ഞാൻ നോമ്പ് നോക്കും, ഞാൻ നോമ്പ് മുറിക്കുകയില്ല. അതായത് അത് ഇബാദത്ത് ചെയ്യാൻ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്തുകൾ അധികരിപ്പിച്ചതാണ്. ഫഅസൂമു ദഹ്റ ഫലാ ഉഫ്തിർ, ഞാൻ കൊല്ലം മുഴുവൻ നോമ്പ് നോക്കും, ഞാൻ നോമ്പ് മുറിക്കുകയില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു, വഅന അഖൂമുൽ ലൈല ഫലാ അനാം, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും. റസൂലുള്ളാഹി തങ്ങൾ, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും, ഞാൻ രാത്രി ഉറങ്ങേയില്ല, ഒരു പോള പോലും കണ്ണടക്കൂല, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കും. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല, വഅന അഅ്തസിലുൻ നിസാ, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല, കല്യാണം കഴിക്കാതെ വെറും ഇബാദത്തിലായിട്ട് ഞാൻ കഴിഞ്ഞുകൂടും. അങ്ങനെ റസൂലുള്ളാഹി ഇവരൊക്കെ ഈ പറഞ്ഞത് എന്തിനാണ്? ഇവരീ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമില്ലാത്തതിന്റെ പേരിലോ, ദീനിനോട് വെറുപ്പായതിന്റെ പേരിലോ, ദീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ, സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടോ, അതിനൊന്നും വേണ്ടിയിട്ടല്ല ഇവരിത് പറഞ്ഞത്. മറിച്ച് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി, ഖൈർ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഇത് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയുണ്ടായി, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വിഷയത്തിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നമാ അന ഉഅല്ലിമുക്കും ബില്ലാഹ്, ഇന്നമാ അന, ഞാൻ നിങ്ങളിൽ അള്ളാഹുവിനെ പറ്റി ഏറ്റവും അറിയുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നവൻ ഞാനാണ്. വലാകിന്നി അഖൂമു വ അനാമു വ അസൂമു വ ഉഫ്തിർ, അഖൂമു വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി നിസ്കരിക്കാറുണ്ട്, രാത്രി ഉറങ്ങാറുമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, വഅസൂമു വഅഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് നോക്കാതിരിക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട്. വഅതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കാറുമുണ്ട്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും അവഗണിച്ചാൽ, എന്റെ സുന്നത്തിനെ ആരെങ്കിലും, എന്റെ സുന്നത്തല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല.
റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തരാത്ത, സഹാബാക്കൾ കാണിച്ചു തരാത്ത ഒരു കാര്യം റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരാണെന്ന് പറഞ്ഞ്, റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമാണ് ഹുബ്ബാണെന്ന് പറഞ്ഞ്, ദീനിനോടുള്ള സ്നേഹമാണ്, അള്ളാഹിനോടുള്ള കൂറാണെന്ന് പറഞ്ഞിട്ട് ചെയ്താലും ശരി, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം അത് സഹാബാക്കൾ പഠിപ്പിച്ചു തന്നതുപോലെ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ദീനിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ സ്നേഹത്തോടുകൂടി റസൂലുള്ളാഹി ഞങ്ങളെ നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.